വ്യത്യസ്തമായ ചിന്തകളും കാഴ്ചപ്പാടുകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന അനൈദ സ്റ്റാൻലി ഒരു സാധാരണക്കാരിയിൽ നിന്ന് അസാധാരണമായ ഉയരങ്ങളിലേക്കുള്ള ഇവരുടെ ഈ യാത്ര എല്ലാവർക്കും ഒരു വലിയ പ്രചോദനമാണ്. സാൻഡ് ആർട്ടിസ്റ്റ്, ഇലസ്ട്രേറ്റർ, മോട്ടിവേഷണൽ സ്പീക്കർ എന്നീ മേഖലയിൽ തൻ്റേതായി വ്യക്തിമുദ്ര പതിപ്പിച്ച അനൈദ സ്റ്റാൻലി പലരും ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയുമായി അവർ നമ്മളോടൊപ്പം ചേരുന്നു. ജീവിതത്തിലെ ചില അവിസ്മരണീയമായ നിമിഷങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ നമുക്ക് ഈ സംഭാഷണത്തിലേക്ക് കടക്കാം. ഒറ്റപ്പെടല് ഫേസ് ചെയ്തിട്ടുണ്ട് വളരെ കുഞ്ഞിലെ തന്നെ. ഞാൻ എൻ്റെ പേരൻസിന് ഫസ്റ്റ് ഡോക്ടറാണ്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരു മോളേ ഉള്ളൂ. ഇത് എനിക്കൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇറ്റ്സ് കോൾഡ് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ, ബ്രിട്ടിൽ ബോൺസ് എന്നാണ് ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നത്. കുഞ്ഞിലെ എനിക്ക് ഓരോ മാസവും ഓരോ പ്രാക്ടീസ് വെച്ച് വരുമായിരുന്നു. ഈ നമ്മൾ ഗ്ലാസ് ബോട്ടിൽസിന്റെ പുറത്ത് എഴുതിയില്ല ഹാൻഡിൽ വിത്ത് കെയർ, അതാണ് സംഭവം. കാരണം അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ഇറ്റ്സ് എ ജനറ്റിക് ഡിസോർഡർ, സോ ദർ ഇസ് നോ ട്രീറ്റ്മെന്റ് ഫോർ ഇറ്റ്. എൻ്റെ കരിയർ ഡിസൈഡ് ചെയ്തത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ എക്സാമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ ഇറ്റ് വാസ് എ സെലിബ്രേഷൻ. കേക്കൊക്കെ മേടിച്ചു. എപ്പോഴും അനയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വേൾഡ് അനയുടെ ട്രീറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടാണെന്ന് മനസ്സിലാക്കിയത് ഏത് പ്രായത്തിലാണ് അത് ആദ്യം ശരിക്കും ഹിറ്റ് ചെയ്തത്? എൻ്റെ ഗ്രോത്ത് പ്രോപ്പർ ആയിരുന്നു. ഏതോ ഒരു ടൈം എത്തിയപ്പോഴാണ് സ്റ്റോപ്പ് ആയത്. എൻ്റെ ഫാമിലിയിൽ എന്നെ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് അങ്ങനെ ഒന്നും അയ്യോ വേണ്ട അവളെ കൊണ്ട് ചെയ്യിക്കേണ്ട, അവൾക്ക് പറ്റില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടേ ഇല്ല. വാട്ട് ഈസ് ദ മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് ആസ്പെക്ട്? ആൾക്കാർ കൂടുതലും തെറ്റിദ്ധരിക്കുന്ന എന്താണ് ഡിസബിലിറ്റിനെ പറ്റി? വോക്കർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പുറത്ത് പോകുന്നത്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ സ്റ്റെയർ ചെയ്യും, ഭയങ്കരമായിട്ട് സ്റ്റെയർ ചെയ്യും. ആസ് ഇഫ് അവർ എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ജീവിയെ കണ്ട പോലെയാണ് അവർ സ്റ്റെയർ ചെയ്യുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നോക്കാൻ പാടില്ല, ബിക്കോസ് വി ആർ ജസ്റ്റ് ഹ്യൂമൻ ബീങ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയി ഞാൻ ഫുഡ് കോർട്ടിലേക്ക് ഫുഡ് മേടിക്കുമ്പോൾ വൺ കിഡ് വാസ് സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ആൻഡ് ഷി വാസ് സ്റ്റെയറിങ്. അപ്പോൾ ഐ ഡിഡ്ന്റ് ഫീൽ ബാഡ്, കാരണം അത് അവരുടെ പാരൻസിൻ്റെ കുഴപ്പമാണ് പറഞ്ഞു കൊടുക്കാത്തത്. നമ്മുടെ കൂടെ ഉള്ളത് അനയുടെയാണ്, അനയുടെ സ്റ്റാൻലി. അനയുടെ നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ളതായിരിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ നോക്കിയപ്പോൾ ഐ സോ ലോട്ട് ഓഫ് മൈ മ്യൂച്വൽസ് ആർ ഫോളോയിങ് ഹെർ. അനയുടെ ഹോൾസ് എ മാസ്റ്റേഴ്സ് ഇൻ ആനിമേഷൻ ആൻഡ് ഇപ്പോൾ ഇൻഫോസിസിൽ UI/UX ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഷീ ഈസ് ഓൾസോ എ സാൻഡ് ആർട്ടിസ്റ്റ് ആൻഡ് ഷീ കണ്ടക്ട്സ് ക്വൈറ്റ് എ ഫ്യൂ സാൻഡ് ആർട്ട് ലൈവ് ഷോസ്. ഇൻസ്റ്റാഗ്രാമിൽ ആൾ വളരെ ആക്റ്റീവ് ആണ്. ഷീ സ്പീക്സ് അബൌട്ട് ഹെർ എക്സ്പീരിയൻസസ് ലിവിംഗ് വിത്ത് ബ്രിട്ടിൽ ബോൺസ്, ആക്സസിബിലിറ്റി ആൻഡ് ഹെർ ഐഡന്റിറ്റി. And she brings a very refreshing perspective to it. She often has humor and she's got this beautiful smile. And I think that's just really fun. So I hope you see the same vibe in this entire interaction that we're having today. Thank you so much for joining us today, Anaida. Thank you, Elspeth. Thank you so much for having me. We're really glad to have you. Anaida, ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നവർക്ക് വേണ്ടിയിട്ട് could you tell us a little bit about your journey growing up and your family and all of that? And essentially, ഇന്നത്തെ അനയുടെ ആക്കി മാറ്റിയ കുറച്ച് എക്സ്പീരിയൻസിനെ പറ്റി പറയാമോ? ഷുവർ, പറയാം. ഞാൻ എൻ്റെ പേരൻസിന് ഫസ്റ്റ് ഡോക്ടറാണ്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരു മോളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ റൈറ്റ് ഹാൻഡ് ഫ്രാക്ചർ ആയിട്ടാണ് എൻ്റെ മമ്മിക്ക് കിട്ടുന്നത്. സോ ആ സമയത്ത് എന്താ സംഭവിക്കുന്നതൊന്നും നമുക്കറിയത്തില്ല. അന്നത്തെ പോലെ ഭയങ്കര ഗൂഗിൾ, ChatGPT അങ്ങനത്തെ സംഭവമൊന്നുമില്ലല്ലോ. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അവര് വിചാരിച്ചത് ആദ്യം എന്തോ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് വീണിട്ട് എന്തോ പറ്റിയതാണ് എന്നൊക്കെയാണ്. പക്ഷെ ലേറ്റർ ഓൺ അവർക്ക് മനസ്സിലായി ഇത് എനിക്കൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇറ്റ്സ് കോൾഡ് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ, ബ്രിട്ടിൽ ബോൺസ് എന്നാണ് ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോൺസ് ഭയങ്കര വീക്കാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ നടക്കുമ്പോഴാണേലും അല്ലെങ്കിൽ വീഴുമ്പോഴാണേലും ഒക്കെ പെട്ടെന്ന് ഫ്രാക്ചേഴ്സ് വരും. ഇപ്പൊ ഒരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അത് ഹീലാവാനും കുറച്ച് കൂടുതൽ ടൈം എടുക്കും മറ്റുള്ള, കാരണം ബോൺ ഫോർമേഷൻ സ്ലോ ആയിരിക്കും. അപ്പോ എന്റെ കുഞ്ഞിലെ തൊട്ട് നമ്മള് കുറെ പ്രാവശ്യം, ചെറുപ്പത്തിലാണ് നമുക്ക് കൂടുതലും ഫ്രജൈൽ ആയിട്ടുള്ളത്, സമയം കൂടുതൽ ചെറുപ്പത്തിലാണ്. നമ്മൾ വലുതായി കഴിയുന്തോറും അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറഞ്ഞു വരും. അപ്പൊ ഞാനങ്ങനെ കുഞ്ഞിലെ എനിക്ക് തോന്നുന്നു ഓരോ മാസവും ഓരോ ഫ്രാക്ചേഴ്സ് വെച്ച് വരുമായിരുന്നു. അപ്പോ ആ സമയത്തൊക്കെ ഭയങ്കര എന്താ പറയാ, ഈ നമ്മള് ഗ്ലാസ് ബോട്ടിൽസിന്റെ പുറത്ത് എഴുതിയില്ല ഹാൻഡിൽ വിത്ത് കെയർ,
അതാണ് സംഭവം. കാരണം അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ഇറ്റ്സ് എ ജെനറ്റിക് ഡിസോർഡർ, സോ ദർ ഇസ് നോ ട്രീറ്റ്മെന്റ് ഫോർ ഇറ്റ്. അപ്പോൾ ഈവൻ ഡോക്ടേഴ്സിന് പോലും പ്രോപ്പറായിട്ട് അറിയില്ല നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ബൈ ഗോഡ്സ് ഗ്രേസ് എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ മമ്മി എന്നെ ഭയങ്കരമായിട്ട് നല്ലപോലെയാ ടേക്ക് കെയർ ചെയ്തത്. ഇപ്പൊ എന്നെ ഒരു പില്ലോയിൽ എടുത്തിട്ടാണ് കുഞ്ഞിലെ നടന്നുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഇങ്ങനെ എടുക്കുമ്പോഴും ഈ ജേർക്കൊന്നും വരാത്ത രീതിയിൽ പില്ലോയിലാണ് എടുത്തോണ്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അതിന്റെ ഒരു ബെനിഫിറ്റ് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്റെ കൈയും കാലും ഒക്കെ പ്രോപ്പർ ആണ്, അധികം വളവില്ല. ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ സർജറി, എന്റെ കാലിലൊരു ബെൻഡ് ഉണ്ടായിരുന്നു, അത് സർജറി ചെയ്ത് മാറ്റി. പക്ഷെ കൈക്കും ബോഡിക്കും ഒന്നും വലിയ ഡിഫോമിറ്റീസ് ഇല്ലാണ്ട് എനിക്ക് ഇപ്പോ നിൽക്കാൻ പറ്റുന്നത് അന്ന് കുഞ്ഞിലെ മമ്മി അത്രയും ഇങ്ങനെ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് നോക്കിയതുകൊണ്ടാണ്. സോ അങ്ങനെ ഇരുന്നപ്പോ ഡോക്ടർ എന്നെ സ്കൂളിൽ ചേർക്കുന്ന ഒരു ടൈം വന്നപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞു സ്കൂളിൽ ചേർക്കാൻ വേണ്ട, ഇറ്റ്സ് വെരി റിസ്കി, ബിക്കോസ് ഒന്ന് തട്ടിയാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ഇരുത്തി വേണമെങ്കിൽ പഠിപ്പിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ മൈ മോം വാസ് റെഡി ടു ഡു ദാറ്റ്. മമ്മിക്ക് എന്നെ സ്കൂളിൽ തന്നെ വിട്ട് പഠിപ്പിക്കണം. അങ്ങനെ ഞാൻ കുറച്ച് സ്ട്രഗിൾസ് കഴിഞ്ഞ് സ്കൂളിൽ ചേർന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പോയത്. LKG UKG ഞാൻ പോയിട്ടില്ല. സോ എനിക്ക് ഈ റൈംസ് ഒന്നും എനിക്ക് അറിയത്തില്ല ഇപ്പോഴും. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സ്കൂളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ സ്കൂളിൽ പോയി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഞാൻ കയറി ഇരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഫ്രാക്ചർ വന്നു. സോ എനിക്ക് അതിന്റെ ബേസിക്സ് ഒന്നും അറിയത്തില്ല. എനിക്ക് ബോർഡിൽ നിന്ന് ഇങ്ങനെ കോപ്പി ചെയ്ത് എഴുതാൻ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ മമ്മി വിചാരിച്ചു എന്റെ ബ്രെയിനിനും എന്തോ തകരാറുണ്ടെന്ന്. പക്ഷെ പിന്നെ ഞാൻ റിക്കവർ ആയി കഴിഞ്ഞ് വീണ്ടും ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒന്നുകൂടെ ഇരുന്നു. സോ ഞാൻ 2 വർഷം ആക്ച്വലി ലേറ്റ് ആണ് എന്റെ വയസ്സ് വെച്ച് നോക്കുമ്പോ. പക്ഷെ അതൊക്കെ വളരെ നല്ല ഡിസിഷൻ ആയിരുന്നു എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്റെ ബേസ് ഒക്കെ കറക്റ്റ് ആയി. അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കരിയർ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഒന്നിലെ 12th 10th അങ്ങനത്തെ എക്സാംസ് ആണ്. പക്ഷെ എന്റെ കരിയർ ഡിസൈഡ് ചെയ്തത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ എക്സാമാണ്. എന്ന് വെച്ചാൽ ഞാൻ കാരണം പേരൻസിന് അറിയത്തില്ല എനിക്ക് പഠിക്കാൻ കഴിവുണ്ടോ ഇല്ല എന്നുള്ളത്. സോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഞാൻ ആദ്യം എക്സാം എഴുതി. എനിക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടി. സോ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് എന്റെ വീട്ടിൽ ഇറ്റ് വാസ് എ സെലിബ്രേഷൻ. കേക്കൊക്കെ മേടിച്ചു. അങ്ങനെയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നോട്ടൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് 7th സ്റ്റാൻഡേർഡിൽ ചിന്മയിലേക്ക് വന്നു. ഇറ്റ് വാസ് എ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഫോർ മീ. എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് ചിന്മ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് ഒരു 93% മാർക്ക് ഉണ്ടായിരുന്നു ബോർഡ്സിൽ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പക്ഷെ എനിക്ക് ഇഷ്ടം വരയ്ക്കാനായിരുന്നു. ബിക്കോസ് കുഞ്ഞിലെ തൊട്ട് ഐ വാസ് ഇൻ ടു ഡ്രോയിങ് ആർട്ട് അതൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ രാജഗിരി ചേർന്നു ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ്ങിന്. അവിടെ 3 years കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ ഹിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്നാ പിന്നെ കുറച്ച് ഫ്രീലാൻസ് ഒക്കെ ചെയ്തിരിക്കാം. പക്ഷെ മമ്മി സമ്മതിച്ചില്ല. മമ്മി പറഞ്ഞു ഇപ്പൊ തന്നെ അടുത്ത മാസ്റ്റേഴ്സ് ചെയ്തോ അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ പിന്നെ ചങ്ങനാശ്ശേരിയില് എന്റെ കോഴ്സ് വളരെ കുറച്ച് കോളേജസിലേ ഉള്ളൂ. അപ്പൊ ഞാൻ ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ പോയി MA ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ചു കൊറോണ ഒക്കെ അല്ലേ, അപ്പൊ വീട്ടിലിരുന്ന് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ്. പക്ഷെ MA ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ കോളേജിൽ പോകേണ്ടി വന്നു. സോ നമ്മൾ അവിടെ തന്നെ ഒരു വീടെടുത്തു. അങ്ങനെ ഞാനും മമ്മിയും കൂടെ അവിടെ നിന്നു പഠിച്ചു. അവിടെ നിന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി. ഇപ്പൊ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു. ലോങ് ജേർണി ഷോർട്ട് ആക്കി. എപ്പോഴാണ് അനയുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഇപ്പൊ വേൾഡ് അനയുടെ ട്രീറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടാണെന്ന് മനസ്സിലാക്കിയത്? ഏത് പ്രായത്തിലാണ് അത് ആദ്യം ശരിക്കും ഹിറ്റ് ചെയ്തത്? എനിക്ക് പ്രായം കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് കുഞ്ഞിലെ എനിക്ക് എന്റെ ഗ്രോത്ത് പ്രോപ്പർ ആയിരുന്നു. ഏതോ ഒരു ടൈം എത്തിയപ്പോഴാണ് സ്റ്റോപ്പ് ആയത്. പക്ഷെ ചെറുപ്പത്തിലെ ഇപ്പൊ ഒരു 5 വയസ്സാണെങ്കിൽ ഞാൻ 5 വയസ്സിന്റെ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴൊക്കെ മമ്മീനെ എടുത്തോണ്ടാ നടത്തോണ്ടിരിക്കുന്നത്. ഇതെന്തിനാ ഇത്ര വലിയ കുട്ടി എടുത്തോണ്ടിരിക്കുന്നത്, താഴെ വെച്ചൂടെ നടക്കും. അപ്പൊ എല്ലാരും വിചാരിക്കും ഞാൻ മടിയായിട്ട് ഇങ്ങനെ ടാൻട്രം കാണിച്ച് ഇരിക്കുന്നതാണെന്ന് വിചാരിച്ചു. സോ എല്ലാരും ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ മമ്മി പറയൂല അവർക്ക് ഇങ്ങനെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ പറയും. സോ ഒരു ദിവസം ഞാൻ മമ്മിയടുത്ത് ചോദിച്ചു എനിക്ക് എന്താ ശരിക്കും പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ മമ്മി ഇങ്ങനെ പറഞ്ഞു മോളുടെ ഇത് ബോൺസ് വീക്കാണ്, പക്ഷെ വലുതാവുമ്പോ ശരിയാവും എന്നാണ് മമ്മി പറഞ്ഞത്. ഒബ്വിയസ്ലി അങ്ങനെയല്ലേ പറയുള്ളൂ. വലുതാവുമ്പോ ശരിയാവും, കുഴപ്പമില്ല, ഇപ്പൊ നമ്മൾ കുറച്ച് ടേക്ക് കെയർ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയത്. ഓക്കെ.
ആക്ച്വലി ചൈൽഡ്ഹുഡിൽ ഇപ്പം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഐ എം ഷുവർ യു വുഡ് ഹാവ് ഹാഡ് ടു ഡീൽ വിത്ത് എ ലോട്ട് ഓഫ് റെസ്പോൺസസ്. നമ്മുടെ ഫാമിലിയുടെ ആയാലും ഫ്രണ്ട്സിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഒക്കെ അത് ആൻഡ് ആ ഒരു പ്രായച്ച വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളെ മോൾഡ് ചെയ്യുന്നത് അതാണല്ലോ, ആ ഒരു ഏജ് ആണല്ലോ. ആൻഡ് എസ്പെഷ്യലി വെൻ യു ഹാവ് എ കണ്ടീഷൻ ദാറ്റ് മേക്സ് യു ഡിഫറെന്റ് ഫ്രം അതർ പീപ്പിൾ, ഐ എം ഷുവർ ദാറ്റ് അഫക്റ്റഡ് യു ഈവൻ മോർ. So how was that like, and how did you react to their responses? Yeah, so the thing is, എൻ്റെ ഫാമിലിയിൽ എന്നെ ഡിഫറെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് അങ്ങനെ ഒന്നും അയ്യോ വേണ്ട അവളെ കൊണ്ട് ചെയ്യിക്കണ്ട അവൾക്ക് പറ്റില്ല അങ്ങനെ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഓക്കെ, ഇപ്പം കുഞ്ഞിലെ തന്നെ എന്നെ നമ്മുടെ ഡെയിലി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ ബെഡ് വിരിച്ചിടുക, അങ്ങനത്തെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. സോ ഫാമിലിയിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടേ ഇല്ല. ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും കിട്ടിയിട്ടില്ല. ഞാൻ വഴക്ക് പറഞ്ഞ് അത് അടിച്ചിട്ടൊക്കെ തന്നെയാണ് വളർത്തിയിരിക്കുന്നത്. സോ പക്ഷെ പുറത്തിറങ്ങുമ്പോ ആസ് യു സൈഡ് ലൈക്ക് ആൾക്കാർ നമ്മളെ ഡിഫറെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പൊ സ്കൂളിലാണെങ്കിലും അതെ ടീച്ചേഴ്സിനാണെങ്കിലും ഐ മീൻ അവരങ്ങനെ ഡീൽ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടികളുടെ അടുത്ത്. സോ പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ നമ്മളെ ആസ് യു സൈഡ് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുക. ബിക്കോസ് അവർക്ക് അറിയില്ല നമ്മൾ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പം ചെറുപ്പത്തിലെ എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ എനിക്ക് ഐ മീൻ ഞാൻ ആദ്യം പഠിച്ച സ്കൂൾസിൽ നിന്നൊക്കെ അത്ര നല്ല ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും നമ്മൾ നിൽക്കുന്ന ഒറ്റപ്പെടല് ഫേസ് ചെയ്തിട്ടുണ്ട് വളരെ കുഞ്ഞിലെ തന്നെ. കാരണം ഫ്രണ്ട്സ് എല്ലാവരും കളിക്കാനായിട്ട് പോവും. സോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും. അത് അവര് പറഞ്ഞിട്ട് കാര്യമില്ല, ദർ ഓൾസോ വെരി യങ്. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. ഈവൻ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നാണെങ്കിൽ പോലും ഐ ഹാവ് ഫേസ്ഡ് ഇങ്ങനെ കുറച്ച്. കാരണം ആ സമയത്തൊക്കെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മള് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ ഒരു പൂക്കളം കോമ്പറ്റീഷന് ഞാൻ ആക്ച്വലി സെലിബ്രേഷൻസിനൊന്നും നിൽക്കാറില്ല. ബിക്കോസ് സെലിബ്രേഷൻസ് ലൈക്ക് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പം ഇച്ചിരി സേഫ് ആണെന്ന് വെച്ചിട്ട് ഞാൻ മാറിയിരിക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ഓണം സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ ഈ ഹൗസ് വൈസ് ആണല്ലോ, അറിയാലോ സ്കൂൾസിലൊക്കെ നമ്മളിങ്ങനെ എന്റെ ഹൗസിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുക അവിടെ കിടന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്പീച്ച് പറയണാണ്, പെട്ടെന്ന് സ്പീച്ച് പറയണം. അപ്പൊ അവിടെ 7ാം ക്ലാസ് വരെ ഉള്ളൂ. സോ ഞാൻ 4th-ലാണ്. അപ്പം ഐ മീൻ ഒരുപാട് സീനിയർ പിള്ളേരൊന്നും ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു സ്പീച്ച് പറയണം. ആ മൊമെന്റിലാണ് മാം എനിക്ക് ആ ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു പ്രാക്ടീസ് ഓർ എനിത്തിങ്. ഞാനത് പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി. വീണ്ടും പറഞ്ഞു, അങ്ങനെയൊക്കെ ഞാനത് പറഞ്ഞു ഒപ്പിച്ചു. പക്ഷെ ഫസ്റ്റ് കിട്ടിയത് ഞങ്ങൾക്കാണ്, ഞങ്ങളുടെ ഹൗസിനാണ് ഫസ്റ്റ് കിട്ടിയത്. പക്ഷെ വേറെ ഗ്രൂപ്പുകാരൊന്നും അങ്ങനെ സ്പീച്ച് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കേട്ടത് അത് ഞാൻ ഐ വാസ് വെരി ഹാപ്പി. ഞങ്ങളുടെ ടീമിന് ഫസ്റ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞ 10 days കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈവൻ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞത് സിമ്പതി കൊണ്ട് ഞങ്ങളുടെ പ്രിൻസിപ്പൾ തന്നു എന്നുള്ളതാണ് പറഞ്ഞത്. സോ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ സിമ്പതി എന്താണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. പക്ഷെ എനിക്ക് തോന്നിയില്ല, എനിക്കറിയില്ല, അത് ആ സമയത്ത് എനിക്ക് തോന്നേണ്ടതാണ്. പക്ഷെ ഞാൻ തന്നെ ഡിസൈഡ് ഇല്ല, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് സിമ്പതി. ഞാൻ ആ സമയത്ത് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് എനിക്ക് തന്നത്. ഈവൻ എന്റെ ഗ്രൂപ്പിലെ ടീച്ചേഴ്സും പറഞ്ഞു ഇല്ല അങ്ങനെ ആരും ചെയ്തിട്ടില്ല, സോ അതുകൊണ്ടാണ് നമുക്ക് തന്നത് എന്ന് പറഞ്ഞു. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കുഞ്ഞിലേ തന്നെ ഞാൻ ഫേസ് ചെയ്തതുകൊണ്ട് വലുതായി കഴിഞ്ഞപ്പോ എനിക്കിപ്പോ ആരെന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. ബിക്കോസ് അത്രയും ടെൻഡർ ഏജിൽ നമുക്ക് അത്രയും വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു, ഡീൽ ചെയ്തു. ആൻഡ് നല്ലതായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ പറ്റി. അതൊന്നും എഫക്ട് ചെയ്തിട്ടില്ല. അതൊക്കെ നല്ല രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. സോ ആ സ്കൂളിൽ നിന്ന് ഞാൻ കുറെ ടെക്സ്റ്റ് ബുക്ക് അല്ലാത്ത കുറെ എക്സ്പീരിയൻസസ് ഞാൻ പിടിച്ചു. സോ അതുകൊണ്ട് വലുതാക്കി കഴിഞ്ഞപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഫാമിലിയാണ് എന്നെ ഇത്രയും ഇങ്ങനെ എന്താ പറയാ ഫേസ് ചെയ്യുക, ആൾക്കാരെ ഫേസ് ചെയ്യുക. ഇപ്പം സ്റ്റേജിലാണെങ്കിലും ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറാണല്ലോ. അപ്പം സ്റ്റേജിൽ കയറുന്നതാണെങ്കിലും എനിക്ക് പേടിയില്ല. കാരണം കുഞ്ഞിലേ തൊട്ട് എന്നെ സ്റ്റേജിൽ കയറ്റി ആണ് ഇത് ഇങ്ങനെ ഒരു മോൾഡ് ചെയ്തെടുത്തത് എന്റെ മദറും എന്റെ മദറിന്റെ ഫാമിലിയും ഫാദറും ഒക്കെ തന്നെയാണ്. സോ ചൈൽഡ്ഹുഡ് ഇസ് ലൈക്ക് എനിക്ക് ശരിയാണ്. ബിക്കോസ് എന്റെ ഒരു മേജർ പാർട്ട് ഓഫ് ദ ചൈൽഡ്ഹുഡ് ഞാൻ ഹോസ്പിറ്റലിലാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പെയിൻ സർജറീസ് അത് ഇതൊക്കെയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് സ്കൂളിലും നേഴ്സുമാരായിരുന്നു. എഴുതിയ ലെറ്റേഴ്സ് ഒക്കെ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അപ്പോ അങ്ങനെ നോക്കുവാണെങ്കിൽ ശരിയാണ്, കുറച്ച് പെയിൻഫുൾ ആയിരുന്നു. പക്ഷെ ഇറ്റ് വാസ് നോട്ട് ടെറബിൾ. എന്റെ ഫാമിലി അതിന് സമ്മതിച്ചിട്ടില്ല. ഹാപ്പി കിട്ടി.
സോ അക്കോർഡിംഗ് ടു യു, നമ്മള് പൊതുവെ നമ്മുടെ സൊസൈറ്റിയിലായാലും ജനറലി നമ്മുടെ ഏജ് ഗ്രൂപ്പിലാണെങ്കിലും യങ്ങർ ഏജ് ഗ്രൂപ്പിലാണെങ്കിലും ഓൾഡർ ആണെങ്കിലും ഒക്കെ വാട്ട് ഈസ് ദ മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് ആസ്പെക്ട്? ആൾക്കാർ കൂടുതലും തെറ്റിദ്ധരിക്കുന്നത് എന്താണ് ഡിസബിലിറ്റിനെ പറ്റി? Okay, that's a great question actually. The thing is, തെറ്റിദ്ധാരണയല്ല, they don't know about disability. അതാണ് അതിന്റെ ഒരു കാരണം അവർക്ക് അറിയില്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നും. ഞാൻ പുറത്ത് പോകുന്ന ഒരാളാണ്, ഞാൻ വീട്ടിൽ എനിക്ക് അങ്ങനെ അധികം ഇരിക്കാൻ താല്പര്യമില്ല. സോ ഞാൻ എൻ്റെ വാക്കർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പുറത്ത് പോകുന്നത്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ സ്റ്റെയർ ചെയ്യും, ഭയങ്കരമായിട്ട് സ്റ്റെയർ ചെയ്യും, ആസ് ഇഫ് അവര് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ജീവിയെ കണ്ട പോലെയാണ് അവർ സ്റ്റെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെ എന്തിനാ ആൾക്കാർ അങ്ങനെ നോക്കുന്നത് ഇതൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്ന എനിക്ക് പുറത്തിറങ്ങാനേ പറ്റത്തില്ല. ബിക്കോസ് ആൾക്കാർ മാറാൻ പോകുന്നില്ല. the only person who can change is me. എന്റെ മൈൻഡ് സെറ്റെ മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ ഓക്കെ, എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് അറിയാത്തോണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നോക്കാൻ പാടില്ല, ബിക്കോസ് വി ആർ ജസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ്. നമുക്ക് ഫീലിങ്സ് ഉണ്ട്, നമ്മൾക്ക് ഇമോഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഹൗ വിൽ ദേ ഫീൽ അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഭവം അതൊന്നും വേറല്ല. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് ഗ്രൂപ്പ് കേട്ടോ. ഇപ്പം നമ്മളുടെ ഏജിലാണെങ്കിലും കുഞ്ഞു പിള്ളേരുടെ കാര്യത്തിലാണെങ്കിലും വലിയവരുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും സെയിം കാര്യമാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പോ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുഞ്ഞു കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. ബിക്കോസ് കുഞ്ഞു കുട്ടികളോട് പറയും നമ്മള് പേരൻസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ടീച്ചേഴ്സിനോട് തിരിച്ചു പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ നമ്മൾ പിള്ളേരെ ട്രെയിൻ ചെയ്യുമല്ലോ. പക്ഷെ ഡിസബിലിറ്റിയെ കുറിച്ച് they don't know. അവര് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പൊ ഇവർക്ക് നമ്മൾ പെട്ടെന്ന് കാണുമ്പോ ഇറ്റ്സ് ന്യൂ തിങ് ഫോർ ദം. അപ്പൊ അവര് കുറ്റം പറയാമല്ലേ നമ്മളിങ്ങനെ നോക്കുന്നതിന്. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയി, ഞാൻ ഫുഡ് കോർട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോ one kid was standing right in front of me and she was staring. അപ്പൊ I didn't feel bad, കാരണം അത് അവരുടെ പാരന്റ്സിന്റെ കുഴപ്പമാണ് പറഞ്ഞു കൊടുക്കാത്തത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് ഭയങ്കര ഒരു അവർക്ക് അറിയാം. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവർക്കൊരു ഡിസബിലിറ്റീനെ കാണുന്നത് എപ്പോഴും ഒരു ഞാൻ മോശമായിട്ടൊന്നും പറയുന്നതല്ല, ഫിസിക്കൽ ഡിസബിലിറ്റിയും മെന്റൽ ഡിസബിലിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ ആൾക്കാർക്ക് അറിയില്ല പലപ്പോഴും. ഇപ്പൊ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ വിചാരിക്കും നമ്മൾ മെന്റലി കുറച്ച് ബാക്കിലോട്ടാണ് എന്നുള്ളത്. ഒരിക്കലും ഐ എം നോട്ട് കമ്പയറിങ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പറയല്ല. പക്ഷെ ഫിസിക്കൽ ഡിസബിലിറ്റി ഈസ് നത്തിങ്. പക്ഷെ നമ്മുടെ ഫിസിക്കൽ മാത്രമേ ഉള്ളൂ. മെന്റലി നമ്മള് ഇപ്പം എന്റെ ഏജിൽ എങ്ങനെയാണോ അത് തന്നെയാണ് ഞാൻ. അഡൾട്ട് ആണ്. അതും കുറച്ച്, കാരണം ആൾക്കാർ പെട്ടെന്ന് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഐക്യു കുറച്ച് കുറവാണെന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് മിണ്ടുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ഞാൻ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇൻഫാന്റലൈസ് ചെയ്യും പിള്ളേരുടെ പോലെ അല്ലേ? വെരി മച്ച് അതിപ്പോഴും ഭയങ്കരമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം എന്റെ ഹൈറ്റ് ഭയങ്കര കുറവാണല്ലോ. അപ്പൊ പെട്ടെന്ന് ആൾക്കാർ, പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർ അത് ചെയ്യുന്നതിൽ എനിക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ഉള്ളിലൊക്കെ തന്നെ നമുക്കൊരു നമ്മള് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മളോട് അങ്ങനെ ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും വി ഫീൽ റിയലി ഒഫൻഡഡ്. കാരണം അതങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾക്ക് കുഞ്ഞു കുട്ടികളുടെ സാധനങ്ങൾ കൊണ്ടുതരിക, യുനോ ഒരു 5-4 years old ആയിട്ടുള്ള പിള്ളേർക്ക് പറ്റിയ ബുക്സ് ഒക്കെ കൊണ്ടുതരിക. ലൈക്ക് മിസ്സിംഗ് ആണല്ലോ, വർക്കിംഗ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഇപ്പൊ കുഞ്ഞു കുട്ടികളെ പോലെ നമ്മളോട് സംസാരിക്കുന്നതൊക്കെ ആക്ച്വലി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ മീ, എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇപ്പൊ ഒരു 30-40 വയസ്സായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കുഞ്ഞു കുട്ടികളായിട്ട് ട്രീറ്റ് ചെയ്യോ? ഇല്ലല്ലോ. ഡെഫിനറ്റ്ലി വി വിൽ നോട്ട് ട്രീറ്റ് ദം, റൈറ്റ്? പക്ഷെ എന്തുകൊണ്ട് നമ്മൾ വീൽ ചെയറിൽ ഇരിക്കുമ്പോ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? അവരോട് നോർമലായിട്ട് സംസാരിക്കാമല്ലോ നമുക്ക്. അത് പിന്നെ നമ്മൾക്ക് പുറത്തുള്ള അത്ര അറിവില്ല, നോളജ് ഇല്ല. ആൾക്കാർ അപ്പൊ തന്നെ വിചാരിക്കും നമ്മൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരല്ലേ, സോ നമുക്കറിയില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു അവയർനെസ് കുറവ് കൊണ്ടും ആൾക്കാരറിയാൻ ശ്രമിക്കുന്നുമില്ല. എക്സാക്ട്ലി, അതാണ് പ്രോബ്ലം ആക്ച്വലി. ദാറ്റ്സ് ദ പ്രോബ്ലം. അതെ, എനിക്ക് സിനിമകളൊക്കെ ആണെങ്കിലും കൂടുതലും ഈ പറഞ്ഞ പോലെ ഒരു ഡിസേബിലിറ്റിനെ കാണിക്കുമ്പോ ഒരു സാഡ് BGM ഇട്ടല്ലേ കാണിക്കുന്നത്, ശരിയല്ലേ? ലൈക്ക് കുറെ നാള് നമ്മളൊരു ഡിസേബിലിറ്റി എന്ന് പറയുമ്പോ സിനിമകളിൽ പോർട്രേ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഒരു മെന്റൽ റിട്ടാർഡഡ് ആണെങ്കിൽ അത് വളരെ ഒരു ഫണ്ണി ആയിട്ട് അവര് പോർട്രേ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു.
ഫിസിക്കൽ ഡിസബിലിറ്റി ആണെങ്കിൽ ഇതുപോലെ ഒന്നില്ലെങ്കിൽ സാഡ് BGM ഇട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ണി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെ. അപ്പൊ ഇപ്പോഴാണ് അതൊക്കെ കുറച്ചൊന്നും മാറ്റി. ഇപ്പം ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. സോ ആ സിനിമ അതുകൊണ്ട് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇറ്റ്സ് അവരെ സിമ്പത്തി അല്ലെങ്കിൽ ഒരു വിഷമിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടല്ല അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. വെരി ഇൻഡിപെൻഡന്റ്, ബോൾഡ്. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഫുൾ കോംപ്ലെക്സ് ഹ്യൂമൻ ബീങ്സ് അല്ലേ? എക്സാക്ട്ലി. അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ. പക്ഷെ അല്ലാത്ത ആൾക്കാരും വരുന്നുണ്ട്. അതൊക്കെ ഇനി പതുക്കെ പതുക്കെ മാറി തുടങ്ങുമായിരിക്കും. സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതുകൊണ്ട് മെനി പീപ്പിൾ ആർ കമ്മിങ് ഫോർവേഡ്. അവരുടെ ഡിസബിലിറ്റി അവർ തുറന്ന് കാണിക്കാൻ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഇറ്റ് ക്യാൻ ബ്രിങ് സം ചേഞ്ചസ്. ആക്ച്വലി വെൻ യു സെഡ് ദിസ് ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, നമ്മുടെ മാസ് മീഡിയയിലാണെങ്കിലും മൂവീസിലും ഷോസിലും ഒക്കെ ആണെങ്കിലും വാട്ട് ഈസ് വൺ തിങ് ദാറ്റ് ഇസ് യൂഷ്വലി മിസ്ഡ്? ഇപ്പം പറഞ്ഞു ബാംഗ്ലൂർ ഡേയ്സ് ഇസ് വൺ മൂവി ദാറ്റ് യു സെഡ് യു റിയലി ലൈക്ക്. അതല്ലാതെ വാട്ട് ഈസ് another movie you think has portrayed disability well? Oh, okay. That's a great question. I think നമ്മുടെ മലയാളത്തില് എനിക്ക് ഇപ്പൊ ഒന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ ഹിന്ദിയില് there's one movie called Margarita with a Straw. Okay. There is a movie called, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. പിന്നെ ഉള്ളത് എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്. അത് ഹെലൻ കെല്ലറിന്റെ സ്റ്റോറിയാണ്. പക്ഷെ അതിനകത്ത് ഭയങ്കര റോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. കാരണം ചിലപ്പോ നമ്മള് ഡിസബിലിറ്റി കാണിക്കുമ്പോൾ ഫുൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോ അതിന്റെ നടുവിൽ നിൽക്കുന്നത് വളരെ ഇവൻ മാർഗരറ്റ് വിത്ത് സ്ട്രോ എന്ന് പറയുന്നതിനകത്ത് ആ കുട്ടിയുടെ എല്ലാ ഡിസബിലിറ്റിയും വൾണറബിലിറ്റിയും ഒക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് മലയാളത്തില് ജയ ഗണേഷ്. ദാറ്റ് വാസ് എ വണ്ടർഫുൾ മൂവി. അതിന് കിട്ടേണ്ട റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഡിസബിലിറ്റിയെ പോർട്രേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ഉണ്ണിമുകുന്ദനായി ജയ ഗണേഷ്. കാരണം അതിനകത്ത് ഉണ്ണിമുകുന്ദൻ വീൽ ചെയറിൽ ഇരുന്നിട്ട് ആക്സസിബിലിറ്റിയുടെ ഇഷ്യൂസ് കാരണം അനുഭവിക്കുന്ന കുറെ കാര്യങ്ങൾ അതിനകത്ത് പോർട്രേ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും കാണേണ്ട ഒരു മൂവിയാണ്. ബിക്കോസ് ഇപ്പം നമ്മളൊരു ID കാർഡ് നമ്മള് ഇത് ചെയ്യത്തില്ലേ, നമ്മുടെ എൻട്രി ചെയ്യാനായിട്ട് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാ. എനിക്ക് കയറാനായിട്ട് എനിക്ക് ഓഫീസിൽ ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞാൽ നമ്മള് ആൾക്കാരുടെ ഹൈറ്റ് അത് മാത്രല്ല, നമുക്ക് അത് കുഴപ്പമില്ല. പക്ഷെ അതിന് വെച്ചിരിക്കുന്ന ഒരു റോഡ് കൈൻഡ് ഓഫ് ഒരു സംഭവമാണ്. അത് ഒരുമിച്ച് പുഷ് ചെയ്ത് വേണം കയറാനായിട്ട്, വിച്ച് ഇസ് നോട്ട് പോസിബിൾ ഫോർ മീ. അപ്പൊ അതിനൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ തന്നെ അടഞ്ഞു പോകും. സോ ഐ നീഡ് സമ്മൺ ടു ഹോൾഡ് ദാറ്റ് ഗേറ്റ് ഫോർ മീ. സോ ഇതിനൊക്കെ എനിക്ക് അസിസ്റ്റൻസ് വേണം. അത് ആ സ്റ്റോറിയിൽ, ആ മലയാളം മൂവിയില് ജയ ഗണേഷില് നല്ലതായിട്ട് കാണിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ മൂവീസ് കാണണം. ബിക്കോസ് ജസ്റ്റ് പോസിറ്റിവിറ്റി മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കാണിക്കണം. ആൻഡ് ഹൗ ആർ ദേ ഓവർകമ്മിങ് ഇറ്റ് അതും കാണിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു അത് വളരെ ഒരു നല്ല മൂവി, 3-dimensional വ്യൂ കിട്ടും. എക്സാക്ട്ലി. അതിനകത്ത് ഉണ്ണിമുകുന്ദനെ നല്ല രീതിയിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അവർ ഫേസ് ചെയ്യുന്ന ആ ലോൺലിനെസ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. Okay.